വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാവും. വിശ്വാസമില്ലെങ്കിലോ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. വിശ്വാസമാണ് എല്ലാ ബന്ധങ്ങളുടെയും ആത്മാവ്. വിശ്വസ്തനായിരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കൂ. നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ കൊള്ളാത്തവരാണോ എന്ന് നമ്മുടെ മുൻകാല ചെയ്തികൾ നമ്മളോട് സംസാരിക്കും. പരസ്പര സ്നേഹവും വിശ്വാസവും നമ്മൾ എവിടെയൊക്കെ പുലർത്തിയിട്ടുണ്ട്, ആരോടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തലാണ് നമ്മളെ അഭിമതനും അനഭിമതനുമാക്കുന്നത്. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു മനുഷ്യനും ഒരു സ്ഥലത്തും പ്രവേശനം ഉണ്ടാവുകയില്ല. അയാളുടെ വാക്കുകളും പ്രവർത്തികളും മറ്റുള്ളവർ ഇഷ്ടപ്പെടുകയുമില്ല. അവരുടെ സാന്നിധ്യം പോലും അന്യർ ആഗ്രഹിക്കുകയില്ല. ചതിയന്മാരുടെ വാക്കുകൾ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും. യാതൊരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ ഇത്തരം ആളുകൾ മറ്റുള്ളവരെ ചതിക്കാൻ മടി കാണിക്കുകയില്ല. എന്നാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളോട് എല്ലാവർക്കും ഇഷ്ടവും താല്പര്യവും ബഹുമാനവും ഒക്കെ തോന്നും. അവരുടെ നിശബ്ദത പോലും ആളുകൾ അംഗീകരിക്കും. അവരുടെ മൗനം മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എല്ലാ ബന്ധങ്ങളെയും നിലനിർത്തുന്നത് വിശ്വസ്തയോടെയുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുകളുമാണ്. തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക, കാണുക എന്നതായിരിക്കണം വിശ്വസ്തനായ ഒരാളുടെ മുഖമുദ്ര. ശുഭദിനം.